Friends, once again welcome back to my YouTube channel Govind Balagopal. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എംഐയുടെ ബിയർഡ് ട്രിമ്മറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ്. വളരെ സിമ്പിൾ ആൻഡ് ഹാൻഡി ഡിസൈനാണ് ഇതിൻ്റേത്. അപ്പോൾ നമുക്കിനി നമ്മുടെ അൺബോക്സിംഗ് പ്രക്രിയയിലേക്ക് കടക്കാം. ഇത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ബോക്സിലാണ്. വളരെ സുരക്ഷിതത്വത്തോടു കൂടി ഭദ്രമായി തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ്. ബോക്സിൻ്റെ അകത്ത് കാർഡ്ബോർഡിൻ്റെ കേസിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന നമ്മളുടെ പ്രൊഡക്റ്റ്. ബോക്സ് ഓപ്പൺ ചെയ്തു വരുമ്പോൾ ആദ്യമായി നമ്മളുടെ കൈ കിട്ടുന്നത് എംഐയുടെ ഇവയെല്ലാം ഇട്ട് വെക്കാനുള്ള വളരെ സോഫ്റ്റായ ഫാബ്രിക് കൊണ്ട് നിർമ്മിച്ച ഒരു പൗച്ചാണ്. അതിലും എംഐയുടെ ലോഗോ വളരെ മനോഹരമായി അവർ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഈ കാണുന്ന നമ്മളുടെ ട്രിമ്മറിൻ്റെ കോമ്പ് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ്. അടുത്തതായി കൈ കിട്ടിയത് ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു USB കേബിളാണ്. നമ്മൾ സാധാരണ ഫോണിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സാധാ USB കേബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജർ നഷ്ടപ്പെടും എന്ന വേവലാതി വേണ്ട. ഈ പ്ലാസ്റ്റിക് കൂടി പൊതിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ താരം. അപ്പോൾ ഇനി നമുക്ക് ട്രിമ്മറിൻ്റെ പാർട്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു കോമ്പാണ്. നമ്മളുടെ ഹെയർ എത്രത്തോളം കട്ടാകുന്നു എന്നുള്ളത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ചാണ്. ഈ നോബ് ഉപയോഗിച്ച് നമുക്കിതിനെ 20 ലെങ്ത് സെറ്റിങ്സിൽ സെറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് ഈ ഉപകരണത്തിൻ്റെ ചാർജിങ് പോർട്ട്. നമ്മളുടെ ഒക്കെ ഫോണിൽ ഉപയോഗിച്ച് വരുന്ന USB കേബിളും നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ഇതിന് പ്രത്യേകം അഡാപ്റ്ററൊന്നും ലഭ്യമല്ല. ഇനി നമുക്ക് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം. ഈ നോബ് തിരിച്ച് 10-ൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് കോമ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ഘട്ടം ബ്ലേഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലേഡ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉപകരണം തിരിച്ചു പിടിക്കണം. പിറകിലായി കാണുന്ന ഓപ്പൺ എന്ന ഈ ഭാഗത്തുനിന്ന് പതുക്കെ മേളിലോട്ട് പ്രസ് ചെയ്താൽ ബ്ലേഡ് റിമൂവ് ആകും. ബ്ലേഡ് റിമൂവ് ചെയ്യുമ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ്. ഇവിടവും നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് ഊരിയ ബ്ലേഡ് എങ്ങനെ തിരികെ വെക്കാം എന്ന് നോക്കാം. ലേശം സൂക്ഷ്മതയോടെ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഇത്. ഇതിൻ്റെ ബ്ലേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു സെൽഫ് ഷാർപ്പണിങ് ബ്ലേഡാണ്. അതായത് ഉപയോഗിക്കും തോറും ഇതിൻ്റെ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും വളരെ കൂടുതലാണ്. ഇനിയും നമുക്ക് ഇതിൻ്റെ ഓൺ ഓഫ് പ്രക്രിയ, ബാറ്ററി ലൈഫ് എന്നിവയെക്കുറിച്ച് നോക്കാം. ഈ കാണുന്ന ഒറ്റ സിംഗിൾ സ്വിച്ചിൽ തന്നെയാണ് ഇതിൻ്റെ ഓണും ഓഫും. അത് രണ്ടും ഓരോ സിംഗിൾ പ്രസ്സുകളാണ്. പിന്നീട് ഈ ബട്ടണുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ 3 മിനിറ്റ് നേരം ഒരുമിച്ച് ഞെക്കിപ്പിടിച്ചാൽ ട്രാവൽ ലോക്ക് എന്നൊരു സംവിധാനം ആക്ടിവേറ്റ് ആകുന്നതാണ്. വീണ്ടും ഇത് ഓണാകണമെങ്കിൽ 3 മിനിറ്റ് ഈ ബട്ടണിൽ ഞെക്കിപ്പിടിക്കണം. ഈ കാണിക്കുന്ന LED-കൾ ബാറ്ററിയുടെ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 60 മിനിറ്റോളം തുടർച്ചയായി റൺ ചെയ്യാനുള്ള ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ MRP, മാനുഫാക്ചറിങ് മുതലായ കാര്യങ്ങളെല്ലാം ഈ ബോക്സിൻ്റെ പിന്നിലായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോക്സിൻ്റെ മുന്നിലായി ഇതിൻ്റെ മറ്റ് ചില ഹൈലൈറ്റുകൾ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മറ്റ് പ്രധാന അനുബന്ധ ആക്സസറികൾ. ഈ ചാർജിങ് കേബിളിനെ കുറിച്ച് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഈ ക്ലീനിങ് ബ്രഷാണ്. ഈ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ കോമ്പിൻ്റെ ഇടയും മെഷീൻ്റെ അകവും ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എംഐയുടെ ബ്രാൻഡിങ്ങോടുകൂടിയ ഒരു പൗച്ചാണ്. ഇവയെല്ലാം ഇട്ട് സൂക്ഷിക്കാനായി നമുക്ക് ഇത് ഉപയോഗിക്കാം. ട്രിമ്മർ ട്രാവൽ ലോക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം അതും അതിൻ്റെ ആക്സസറികളും ഇട്ട് ബാഗിൻ്റെ ഒരു കോണിൽ വെക്കാനായി പറ്റുന്ന രീതിയിൽ വളരെ ഒതുങ്ങിയ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പൗച്ചാണിത്. പിന്നീടുള്ളത് ഈ യൂസർ മാനുവലാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉപയോഗ രീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ
നിങ്ങൾക്കുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഡിവൈസിൽ എത്തുന്നതായി.